പ്ലസ് എന്ന വിദ്യാഭ്യാസ ചാനലിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മളെത്തുന്നത് ഓക്ക്ലാൻഡിലെ ചില ഫാമുകളിലാണ്. ബെറീസ് ഫാംസ് ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഹാമിൽട്ടണിൽ ചില ഫാമുകൾ സന്ദർശിച്ചിരുന്നു. അതിൻ്റെ വിവരങ്ങൾ എപ്പിസോഡ് 102 അതുപോലെ തന്നെ അൽപ്പാക്ക മൃഗങ്ങളുള്ള ഒരു ഫാം സന്ദർശിച്ചിരുന്നു. അത് എപ്പിസോഡ് നമ്പർ 110 കാണാവുന്നതാണ്. ന്യൂസിലാൻഡിലും ഓസ്ട്രേലിയയിലുമൊക്കെ അൽപ്പാക്ക മൃഗങ്ങൾ ഇതുപോലെ ഫാമുകളിലും മറ്റും വളരുന്നുണ്ടെങ്കിലും പ്രകൃതിദത്തമായിട്ട് കൂടുതൽ വളരുന്നത് തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ഒട്ടക വർഗത്തിൽപ്പെട്ട ഇവയെ ചെമ്മരിയാടുകളെപ്പോലെ രോമത്തിനു വേണ്ടിയാണ് പ്രധാനമായും വളർത്തുന്നത്. കൂടാതെ ഈ ഫാമിൽ നമ്മൾ ഇതുവരെ പരിചയപ്പെടാത്ത റാസ്ബെറി കൂടിയുണ്ട് എന്ന് അറിയാൻ കഴിഞ്ഞു. നമുക്ക് പോയി നോക്കാം. അതിനുശേഷം ഇവിടെ തന്നെ പ്രശസ്തമായൊരു ബീച്ച് ഹിൽസ്വുഡ് അതും സന്ദർശിക്കാമെന്ന് വിചാരിക്കുന്നു. ഇന്ന് നമ്മൾ ഇറങ്ങിയിരിക്കുന്നത് ഓക്ക്ലാൻഡിലെ ചില സ്ഥലങ്ങൾ സന്ദർശിക്കാനാണ്. നമ്മൾ സ്ട്രോബെറി, ബ്ലൂബെറി എന്നീ ഫാമുകളൊക്കെ ഇതിനു മുമ്പ് സന്ദർശിച്ചിരുന്നു. ഇന്ന് ബ്ലൂബെറിയും സ്ട്രോബെറിയും ഒക്കെയുള്ള ഒരു ഫാമിലേക്ക് തന്നെയാണ് നമ്മൾ പോകുന്നത്. അവിടെ നമുക്ക് സ്ട്രോബെറി മാത്രമേ ഇപ്പോൾ പറിക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് പോയി നോക്കാം. അവിടെ ഇത് കൂടാതെ അൽപ്പാക്ക എന്ന മൃഗങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ അതിനെയും നമുക്കൊന്ന് കാണാം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇന്ന് പോകുന്നത്. നമ്മൾ ഹാമിൽട്ടണിൽ ഇതിൻ്റെ മുമ്പ് അൽപ്പാക്ക മൃഗങ്ങളെ കണ്ടിരുന്നു. എപ്പിസോഡ് നമ്പർ 110 നമ്മൾ അൽപ്പാക്കയെ ഇതിനു മുമ്പ് പരിചയപ്പെട്ടിരുന്നത്. അന്ന് അതിൻ്റെ ചില വിശേഷങ്ങളൊക്കെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ചില കൂടുതൽ വിശേഷങ്ങൾ കൂടി മനസ്സിലാക്കാം. അതോടൊപ്പം കുറച്ച് സ്ട്രോബെറിയും പറിക്കാമെന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഓക്ക്ലാൻഡിൽ തന്നെയുള്ള ഈ ഒരു ഫാമിലേക്ക് പോകുന്നത്. ഇതാ നമ്മൾ ഈ ഫാമിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നമുക്ക് ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിക്കാം. നമ്മുടെ മറ്റു പല സുഹൃത്തുക്കളും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മോടൊപ്പം ഉള്ളത് സാദത്താണ്. നമ്മൾ സാദത്തിൻ്റെ കൂടെയാണ് ഇപ്പോൾ താമസിക്കുന്നത്. നമ്മൾ ടിക്കറ്റ് എടുത്ത് ഉള്ളിൽ പ്രവേശിച്ചു. ഇതാണ് നാം പറഞ്ഞ റാസ്ബെറി. കായ്കൾ ഇവിടെ വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെയാണ് കാണികളെ ഇവിടേക്ക് കടത്തിവിടാത്തത്. കുറച്ച് മാത്രം കായ്കളുള്ളൂ. പറിക്കാൻ പാടില്ല. ഇപ്പോൾ വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു. ഇതിന് അടുത്ത് തന്നെ സ്ട്രോബെറി ഉണ്ട്. അൽപ്പാക്ക മൃഗങ്ങളും ഇതിനടുത്ത് തന്നെയാണ്. നമുക്ക് പോയി നോക്കാം. ഇവിടെ സ്ട്രോബെറി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ബക്കറ്റിൽ സ്ട്രോബെറി നിറച്ച് അത് തൂക്കി അതിൻ്റെ വില കൗണ്ടറിൽ കൊടുക്കുകയാണ് പതിവ്. ഇതാ ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് അൽപ്പാക്ക മൃഗങ്ങളുടെ അടുത്താണ്. എപ്പിസോഡ് 110 നമ്മൾ അൽപ്പാക്ക മൃഗങ്ങളെ പരിചയപ്പെടുത്തിയിരുന്നു. കാണാവുന്നതാണ്. തെക്കേ അമേരിക്കൻ ഒട്ടക സസ്തനികളുടെ ഒരു ഇനമാണ് അൽപ്പാക്ക അല്ലെങ്കിൽ ലാമ പാക്വസ്. പരമ്പരാഗതമായി തെക്കൻ പെറു, പടിഞ്ഞാറൻ ബൊളീവിയ, ഇക്വഡോർ, വടക്കൻ ചിലി എന്നിവിടങ്ങളിലെ ആൻഡീസ് പർവ്വതനിരകളുടെ നിരപ്പിൽ കൂട്ടമായി ഇവ മേയുന്നു. അടുത്തിടെ ലോകമെമ്പാടുമുള്ള ഫാമുകളിലും റാഞ്ചുകളിലും അൽപ്പാക്കകളെ കാണാം. വടക്കേ അമേരിക്ക, യൂറോപ്പ്, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിൽ അൽപ്പാക്കകൾ ജനപ്രിയ മൃഗങ്ങളാണ്. അൽപ്പാക്കകൾ അവയുടെ കമ്പിളി ഇനം അടിസ്ഥാനമാക്കി രണ്ടായി തിരിച്ചിരിക്കുന്നു. സൂരി അൽപ്പാക്ക, ഹുവാക്കായ അൽപ്പാക്ക. രണ്ടിനങ്ങളും ഉയർന്ന മൂല്യമുള്ള കമ്പിളികൾ ഉൽപ്പാദിപ്പിക്കുന്നു.
സൂരി അൽപ്പാക്കയുടെ നാരുകൾ നേരായ ലോക്കുകളിൽ വളരുന്നു. അതേസമയം ഹുവാക്കായ ചുരുണ്ട ഘടനയുള്ളതാണ്. അൽപ്പാക്കകൾക്ക് ലാമയോട് സാമ്യം തോന്നുമെങ്കിലും വലിപ്പം കുറവാണ്. തുണി വ്യവസായത്തിൽ അൽപ്പാക്ക എന്ന ബ്രാൻഡ് നെയിം പെറുവിയൻ അൽപ്പാക്കയുടെ രോമത്തെയാണ് സൂചിപ്പിക്കുന്നത്. പ്രധാനമായും കമ്പിളിക്ക് വേണ്ടിയാണ് അൽപ്പാക്കകളെ വളർത്തുന്നത്. എന്നാൽ ലാമകളെ നായകൾക്ക് പകരം സംരക്ഷകരായി ഉപയോഗിക്കുന്നുണ്ട്. 4 തരം ഒട്ടകവർഗത്തിൽപ്പെട്ട ലാമ, അൽപ്പാക്ക, വികുന, ഗ്വനക്കോ എന്നിവ തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ കാണപ്പെടുന്നു. അൽപ്പാക്കകൾ ശരീരഭാഷയിലൂടെ ആശയവിനിമയം നടത്തുന്നു. വിഷമം, ഭയം, അസ്വസ്ഥത എന്നിവ ശരീരഭാഷയിലൂടെയാണ് ഇവ പ്രകടിപ്പിക്കുന്നത്. ഇവൻ്റെ കയ്യിലുള്ള സ്ട്രോബെറി ബക്കറ്റ് മുഴുവൻ അവയ്ക്കങ്ങ് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അവർക്ക് നല്ല തൃപ്തിയായിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്ട്രോബെറി തോട്ടം അടുത്തുണ്ടെങ്കിലും ഇവ കൂട്ടിനുള്ളിലായതിനാൽ ഇങ്ങനെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് വേണം ഇവർക്ക് ഭക്ഷിക്കാൻ. അൽപ്പാക്കയുടെ ജനുസിൽപ്പെട്ട മറ്റു ചില മൃഗങ്ങളെ നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. അവയുടെ ചിത്രങ്ങളൊന്ന് നമുക്ക് കാണാം. ഇവിടെ നമ്മൾ ചിത്രത്തിൽ കാണുന്നത് വികുന. ഇത് ഗ്വാനാക്കോ. ഇപ്പോൾ നമ്മൾ കാണുന്നത് ലാമ. എല്ലാം തമ്മിൽ ചെറിയ വ്യത്യാസങ്ങളേയുള്ളൂ. ഇവിടെ കുറേ ആപ്പിൾ മരങ്ങളുമുണ്ട്. ആപ്പിൾ മരങ്ങളിൽ ആപ്പിൾ കായ്ച്ചു നിൽക്കുകയാണ്. പാകമായിട്ടില്ലെന്ന് തോന്നുന്നു, പറിക്കാറായിട്ടില്ല. പച്ച ആപ്പിളുകളാണ് നിറയെ ഉള്ളത്. നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരുകയാണ്. ഇതാ ഇവിടെ ഏതാനും പിയർ മരങ്ങളാണ് കാണുന്നത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു കാർ സർവീസിംഗ് സ്റ്റേഷനിലാണ്. ഇവിടെ നിന്ന് കാറൊന്ന് കഴുകാനുള്ള പ്ലാനാണ് സാധത്തിന്. നോക്കുക, ഇവിടെ കഴുകുന്ന രീതി നമുക്കൊന്ന് പരിചയപ്പെടാം. ഇപ്പോഴിതാ മുൻ ഗ്ലാസ്സാണ് കഴുകിക്കൊണ്ടിരിക്കുന്നത്. ഒരു ബ്രഷ് ഉപയോഗിച്ച് കഴുകുന്നത് നമുക്ക് കാണാം. നമ്മൾ വണ്ടിക്കുള്ളിൽ തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. ഫ്രണ്ട് പോർഷൻ ഈസ് വാഷിംഗ്. കാർ വാഷ് ചെയ്യണം. ഇനി സൈഡ് ഭാഗം, അതുപോലെ പിൻഭാഗം എന്നിങ്ങനെ ഓരോന്നായി കഴുകി വൃത്തിയാക്കി തരുന്നു. Types are washing now.
Can you explain how to work? ഇവിടെ ഇങ്ങനെയാണ് കാർ വാഷ് ചെയ്യുന്നത്. കാറ് ഉള്ളിലേക്ക് കയറ്റി കൊടുത്താൽ മതി, ഓട്ടോമാറ്റിക്കായി കാർ വാഷ് ചെയ്യപ്പെടും. വാഷിങ് വിവിധ ഗ്രേഡുകളിലുണ്ട്, അതിനനുസരിച്ച് പണവും കൂടും. കാർ വാഷിങ് കഴിഞ്ഞ് ഇന്ന് നമ്മൾ പോകുന്നത് കുട്ടികളുടെ ഒരു ക്ലബിലേക്കാണ്. ഇവിടെ കുട്ടികൾക്ക് പല കളികളും പരിചയപ്പെടുകയാണ്. ഇവിടെ വലിയവർക്കും കളിക്കാം. നമുക്ക് പോയി നോക്കാം. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് കുട്ടികൾക്കുള്ള വിവിധ കമ്പ്യൂട്ടർ ഗെയിംസ് പരിചയപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമ്മോടൊപ്പം ഇവിടെ നൗഫലും കുടുംബവും ചേർന്നിരിക്കുകയാണ്. നമുക്ക് ഇവിടുത്തെ ഗെയിംസൊക്കെ ഒന്ന് ജസ്റ്റ് പരിചയപ്പെടാം. നല്ല ബഹളവും ശബ്ദ കോലാഹലവുമാണ് ഇവിടെ. എല്ലാവരും കളിയിൽ വ്യാപൃതരായിരിക്കുകയാണ്. കുട്ടികൾക്കായി വിവിധയിനം കമ്പ്യൂട്ടർ ഗെയിമുകളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ധാരാളം കുട്ടികൾ ഇവിടെ എത്തുന്നുണ്ട്. നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹിൽസ്ബറോയാണ്. ഹിൽസ്ബറോ ഒരു ബീച്ചാണ്, നല്ല സുന്ദരമായൊരു ബീച്ചാണ്. സാദത്തും കുടുംബവും ഹിൽസ്ബറോയിലേക്ക് നമ്മോടൊപ്പം വരുന്നില്ല, വീട്ടിലേക്ക് മടങ്ങുകയാണ്. മാപ്പിൽ നമുക്ക് ഹിൽസ്ബറോയിലേക്ക് ധാരാളം വഴികൾ കാണാം. ഏറ്റവും അടുത്ത ദൂരം 8.9 കിലോമീറ്റർ, 16 മിനിറ്റ് യാത്ര എന്ന് കാണാം. നമ്മൾ ആ വഴിയിലൂടെയാണ് പോകുന്നത്. ഇതാ നമ്മൾ ഹിൽസ്ബറോ ബീച്ചിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. നമുക്ക് ഇവിടെ തന്നെ വളരെ ആംബിയൻസ് ഉള്ള കാഴ്ചകളാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഇവിടെ മീൻ പിടിക്കാനും വിനോദത്തിനും അതുപോലെ തന്നെ മസിൽസ് ശേഖരിക്കാനുമൊക്കെ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കും കുറച്ച് മസിൽസ് ഇവിടുന്ന് കിട്ടുമോ എന്ന് നോക്കാം. കല്ലുകളിൽ തന്നെ പറ്റി ജീവിക്കുന്ന ഒരിനം കടുക്ക പോലുള്ള ജീവികളാണ് മസിൽസ്. ഇത് കടുക്ക പാറയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെയുമല്ല, അതിനോട് ഒട്ടിച്ചേർന്ന് പറിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുള്ള രീതിയിലാണ് ഇവ ജീവിക്കുന്നത്. അതുകൊണ്ട് കല്ലടക്കം നമ്മൾ പറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം ഇവിടെ. മുറിവായിൽ നിന്ന് നമ്മൾക്ക് കടുക്ക കിട്ടിയതുപോലെയും അതുപോലെ ടൗറൻഗെ കടലിൽ നിന്ന് നമ്മൾ എരുന്ത് പൊറുക്കിയെടുത്തതുപോലെയും
ഹിൽസ്ബറോ ബീച്ചിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതാണ് ഈ മസിൽസ്. കൂടാതെ ധാരാളം പേർ ഇവിടെ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനും എത്തുന്നു. ഇവിടുത്തെ പ്രകൃതി ദൃശ്യം തന്നെ വളരെ രസകരമാണ്. വളരെ ആനന്ദകരമായ കാഴ്ചകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഈ വഴിയോരത്തിലൂടെ കുറച്ചങ്ങ് താഴെ ഇറങ്ങി പോവേണ്ടതുണ്ട്. ഈ പ്രകൃതി ദൃശ്യങ്ങളും ആസ്വദിച്ചുകൊണ്ട് നമുക്കങ്ങനെ ഇറങ്ങിപ്പോകാം. അസാധാരണമായ ഒരു വൈബ് അനുഭവപ്പെടുന്ന കാഴ്ചകളാണ് നമുക്കിവിടെ ദൃശ്യമാകുന്നത്. ഇതാ നമ്മൾ ഇപ്പോൾ എത്തിയിരിക്കുന്നതാണ് ഹിൽസ്ബറോ കടൽ തീരം. മീൻ പിടിക്കാൻ ധാരാളം പേർ എത്തുന്ന ഒരു ബീച്ച് കൂടിയാണിത്. ഓക്ക്ലാൻഡിൽ നിന്ന് വളരെ ദൂരെയല്ലാത്ത ഒരു ബീച്ചായതുകൊണ്ട് വിനോദത്തിനും മറ്റും മീൻ പിടിക്കാനും ധാരാളം പേർ ഇവിടെ എത്തുന്നത് നമുക്ക് അദ്ദേഹത്തിനൊരു മീൻ ലഭിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പാറകൾ വളരെ സ്ലിപ്പറിയാണ്. വഴുതി വീഴാൻ നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിച്ചു വേണം ഇവിടെ ഇറങ്ങാൻ. ഇതിൽ ചിലരൊക്കെ വീഴുന്നുണ്ട്. ഇതാ ഇപ്പോൾ കുട്ടിയും വീണിട്ടുണ്ട്. ഒരു പ്രശ്നമൊന്നുമില്ല. അവിടെ എത്തിയിട്ടുണ്ട്. ഇതാണ് ഇവർക്ക് കിട്ടിയിരിക്കുന്ന മസിൽസ്. കുറേയൊക്കെ അതിൽ നിന്ന് അടർത്തിയെടുത്തിട്ടുണ്ട്. പാറക്കല്ലുകൾ മുഴുവൻ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് അടർത്തിയെടുത്തതാണ്. ഇവളാണ് അന്നപാടെ വീണത്. ഇന്നത്തെ കാഴ്ചകളും മസിൽ പിടുത്തവും ഒക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ മടങ്ങുകയാണ്. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഒരു പരിപാടിയുമായി കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇപ്പോൾ വിടാം.